നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചേരിനെയാണ്. പർവ്വത പ്രദേശങ്ങളിലും കാടുകളിലുമാണ് ഇത് കൂടുതലായി വളരുന്നത്. ഹിമാലയത്തിൽ 100 അടിയോളം ഉയരത്തിൽ വളരുന്നു. ആസാമിൽ, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലുമാണ് ഇത് കൂടുതലായി വളരുന്നത്. അനാകാഡിയേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെമികാർപ്പസ് അനാകാഡിയം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഭല്ലാതകം, അരുഷ്കരം എന്നെല്ലാം വിളിക്കുന്നു. തൊട്ടാൽ ചൊറിഞ്ഞു തടിച്ച് വ്രണമുണ്ടാകുന്നത് കൊണ്ടാണ് സംസ്കൃതത്തിൽ ഇതിനെ അരുഷ്കരം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കായയാണ് പ്രധാനമായ ഒരു ഔഷധം. ഇരുണ്ട നിറവും തീക്ഷ്ണതയുള്ള കറയോടും കൂടിയ ഒരു വൃക്ഷമാണിത്. 8 മുതൽ 14 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ ഇലകൾക്ക് അപണ്ഡാകൃതിയാണ്. ഏതാണ്ട് 30 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്ററോളം വീതിയുമാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. ഏകാന്തര ക്രമത്തിൽ ലഘുപത്രങ്ങളാണ് ഇതിനുള്ളത്. പുഷ്പങ്ങൾ ചെറുതും പച്ച കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയവയുമാണ്. ഏകലിംഗികളാണ്. ആൺ പെൺ പുഷ്പങ്ങൾ ഭിന്ന വൃക്ഷങ്ങളിലായിട്ടാണ് കാണുന്നത്. പൂങ്കുല വൃന്ദത്തിൽ ഇടവിട്ട് കൂട്ടമായിട്ടാണ് പുഷ്പങ്ങൾ കാണുന്നത്. ഫലങ്ങൾ ഡ്രൂപ്പുകളാണ്. അതിന് മിനുസമുണ്ട്. പാകമായി കഴിയുമ്പോൾ അത് കറുപ്പ് നിറമായി മാറുന്നു. കുരുവിനുള്ളിൽ ബദാമിനെ പോലെ മധുരമുള്ള ഒരു പരിപ്പുണ്ട്. വസന്തകാലത്ത് ഇല പൊഴിയുകയും തളിർക്കുകയും ചെയ്യുന്നു. മഴക്കാലത്തിൻ്റെ അവസാനത്തോടുകൂടി ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. വിത്ത് മുഖേനയാണ് ഇതിൻ്റെ പ്രജനനം. കാർഡോൾ എന്നറിയപ്പെടുന്ന ബാഷ്പീകൃതമായ ഒരു ആൽക്കഹോളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പരിപ്പിൽ മധുരരസമുള്ള ഒരു എണ്ണ അടങ്ങിയിട്ടുണ്ട്. കായും കറയുമാണ് ഇതിൻ്റെ വിഷഭാഗങ്ങൾ. താനിക്ക കഷായം വെച്ചു കഴിച്ചാൽ ഇതിൻ്റെ വിഷവികാരം ഇല്ലാണ്ടാവും. എള്ളു കഷായം വെച്ച് വിഴാലരി മേമ്പൊടി ചേർത്ത് കഴിച്ചാലും മതി. പാൽ മാത്രം കഴിക്കുക. ബാഹ്യത്തിലുണ്ടാകുന്ന പൊള്ളലുകൾക്കും മറ്റും രക്തചന്ദനം ലേപനം ചെയ്താലും മതി. ഇത് ഇഷ്ടികപ്പൊടി ചേർത്ത് തിരുമ്മിയാൽ ശുദ്ധിയാകും. ചേർക്കുരു രാത്രി മുഴുവൻ ഗോമൂത്രത്തിലിട്ട് വെച്ച് ഇങ്ങനെ 3 ദിവസം ആവർത്തിച്ച ശേഷം പിന്നീട് ഇതിനെ എടുത്ത് താനിക്ക കഷായത്തിൽ വെച്ച് പുഴുങ്ങി അതിനുശേഷം എരുമച്ചാണകത്തിലും പുഴുങ്ങി ഉണക്കിയതിനു ശേഷം ഇതിനെ കാടിവെള്ളത്തിൽ കഴുകിയാലും ഇത് ശുദ്ധിയാകും. ഇത് അർബുദത്തിനും ശക്തിയായ ഒരു ഔഷധമാണ്. കായുടെ ബാഹ്യബലത്തിലെ ഭിത്തിയിൽ നിന്നും എടുക്കുന്ന കറ തുണിയിലും മറ്റും മായാത്ത കറയുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ഗർഭിണികൾക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത് കുഷ്ഠം, പാണ്ട് തുടങ്ങിയ രോഗങ്ങൾക്ക് അത്യൗഷധമാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ ശ്രീ.എം. ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഭല്ലാതകം അല്ലെങ്കിൽ ചേർക്കുരു എന്ന് പറയും. ഇത് ഈ കഫജമായ രോഗങ്ങളിൽ ഏറ്റവും ഫലസിദ്ധിയുള്ള ഒരു ഔഷധമാണ്. അതേപോലെ തന്നെ ഇത് വളരെയധികം അലർജി ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഈ പിത്തപ്രകൃതിക്കാർക്ക്, ചൂടുള്ള ശരീരപ്രകൃതിക്കാർക്ക് തൊട്ട് കഴിഞ്ഞാൽ കാറ്റടിച്ചാൽ പോലും അലർജി മേലെ മുഴുവൻ ചുറിഞ്ഞ് തടിക്കും. ഇത് ഈ ശരീരത്തിൽ ഏറ്റവും പ്രയോഗം തടിച്ച് കൊഴുത്ത്, അതുപോലെ ശരീരത്തിൽ ഇങ്ങനെ മുഴകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചേർക്കുരു പൊടിയായിട്ട് അകത്തേക്കും അത് തന്നെ പുറമേക്കും പുരട്ടാൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാക്കുന്ന ധാരാളം ഔഷധങ്ങളുണ്ട്. ഇപ്പോൾ ഗുൽഗുലിരക്തം കഷായം, വരണാദി കഷായം, പിന്നെ നിംബാമൃതാസ്വം, പിന്നെ ഭല്ലാതക ഘൃതം, ഭല്ലാതക ചൂർണം, ഇതൊക്കെ ഉണ്ട്. അനവധി ഔഷധങ്ങളിലുണ്ട്. പക്ഷേ ഇത് പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. ഈ ചൊറിചരങ്ങളാണ്, കഫജമായ ചൊറിചരങ്ങൾക്കും അതുപോലെ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും അധികമായി തടി കുറയ്ക്കാനൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം. അഥവാ ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും റിയാക്ഷൻസ് വന്നാൽ ഉടനടി താനിപ്പട്ട കഷായം വെച്ചിട്ട് കഴുകിയാൽ മതി. അത് അപ്പം നിൽക്കും. അല്ലെങ്കിൽ എപ്പോഴും ഈ പല്ലാതകം കൊടുക്കുമ്പോൾ നെയ്യ് ചേർത്തിട്ടേ കൊടുക്കാൻ പാടുമെന്നാണ് പറയാം.